കുളിമുറിയിലെ വെള്ളവും അടുക്കള വേസ്റ്റിലെ വെള്ളവും ഒരു കുഴിയിലേക്ക് ചാടിക്കാൻ പറ്റുമോ എന്നതാണ്. എന്താണ് ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെ കുളിമുറിയിലെ കുളിമുറിയുടെ വെള്ളം ഒതുവെടുക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒതുവിന്റെ വെള്ളം മറ്റു നജസ്സുള്ള വെള്ളത്തിലേക്ക് തട്ടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രൂപത്തിലായിരിക്കാം ചോദ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ്, ഇപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഇതേപോലെ തന്നെ ചോദ്യം വരും. നല്ല സൗകര്യങ്ങളുള്ള ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് അതിലേക്ക് ഒന്ന് നേരിട്ട് അങ്ങോട്ട് ഒരു ഓസ് വെച്ച് കൊടുത്താൽ മതിയാവും. അതിലേക്കൊന്നും വെക്കാതെ ചിലപ്പോൾ ചുമരൊക്കെ തുളച്ച് പുറത്തേക്ക് കൊണ്ടുപോവുക, അതേപോലെ തന്നെ ജനൽ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന രൂപമൊക്കെ ആകുക. അങ്ങനെയൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. ഒരല്പം ആവശ്യമില്ലാത്ത സൂക്ഷ്മത, അല്ലെങ്കിൽ ഒരല്പം നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ദീന് ഇങ്ങനെയൊക്കെയാണ് എന്ന ഒരു തോന്നലുണ്ടാക്കുന്ന, ഇത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇതൊക്കെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും. സത്യത്തിൽ ഒരു രോഗിയെ ഒരു മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള നജസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അത് നജസ്സുള്ള വെള്ളത്തിൻ്റെ കൂടെ പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ വുളു എടുക്കുന്നു, അതേപോലെ തന്നെ കുളിക്കുന്നു. കുളിമുറിയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അഴുക്കുകളും അതേപോലെ തന്നെ മറ്റുമൊക്കെ ഉണ്ടാകും, നജസ് ഉണ്ടാകും. അത് പിന്നെ ഒരു വേസ്റ്റ് കുഴിയിലേക്ക് പോകുന്നത് ഒരിക്കലും, ഒരു പക്ഷേ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി പോകുന്നത് നജസൊന്നും ഉണ്ടാവില്ല. ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു അല്പം കരിയോ പുകയോ അതേ അതിലുണ്ടാവുള്ളൂ. ഈ ബാത്റൂമിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാകും? നജസുകൾ വരെ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം ഒന്നും ശ്രദ്ധിക്കാൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലൊക്കെ നിങ്ങളൊരു മതം ഒരു കുടുസായി മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമാക്കിയിട്ട് ഇസ്ലാം നമുക്ക് മതത്തെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതാണ് നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനമായ കാര്യം. വല്ലാഹു അലം.